ഉത്രാടപ്പാച്ചിൽ എല്ലാവരും കേട്ടിട്ടുള്ളൊരു പേരായിരിക്കുമല്ലേ. അതായത് തിരുവോണ ദിനത്തിൻ്റെ തലേന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന ആ ഒരു ഓട്ടപ്പാച്ചിലിനെയാണ് പറയുന്നത്. പാച്ചിലൊക്കെ വെള്ളത്തിലാക്കുന്ന പോലെയായിരുന്നു രാവിലത്തെ മഴക്കാറ്. ഭയങ്കര വലിയ മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മഴയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞാണ് ഞാനും അമ്മയും ചിന്നു ഇറങ്ങിയത്. നേരത്തെ ചെന്നില്ലെങ്കിൽ തൃപ്പൂണിത്തിൽ കാല് കുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബഹളം കൂട്ടി രാവിലെ തന്നെ പോയി. അങ്ങനെ നമ്മൾ ആദ്യം ചെന്നത് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പൂക്കടയിലായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ആദ്യം വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടത്തും വില ചോദിച്ചിട്ട് വിലക്കുറവ് എവിടെയാണോ അവിടെ നമ്മൾ കയറി വാങ്ങി. അപ്പം നമ്മൾ അപ്പുറമൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ടാറ്റ കൊടുത്തിട്ട് നമ്മളിങ്ങ് പോന്നു. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. നമുക്ക് ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് വേണ്ടി ആദ്യം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അധികം കിടന്ന് മുങ്ങിത്താപ്പാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടൊരെണ്ണം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ചിന്നൂന് എടുക്കാനായിട്ടായിരുന്നു അവിടെ മുഴുവൻ തിരച്ചിലായിരുന്നു. അവൾക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. ആദ്യമായിട്ടാണ് ചുരിദാറൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്ന ചിന്നുവിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അറിയില്ല ഏത് ചുരിദാറാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു കൊടുത്തു. അതൊക്കെ ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു മോതിരക്കട കണ്ടു. അങ്ങനെ പിന്നെ മോതിരക്കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ മോതിരം വാങ്ങണമല്ലോ, നിർബന്ധം. അങ്ങനെ മോതിരം വാങ്ങിയപ്പോൾ തൊട്ടപ്പുറത്ത് അതാ ഓണത്തപ്പൻ. അപ്പോൾ അമ്മ അതും വാങ്ങി. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ പലയിടത്തും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റേറ്റ് നോക്കിയാൽ വാങ്ങാം. പിന്നെ നമ്മൾ അടുത്തത് പച്ചക്കറി, മെയിൻ സാധനം പച്ചക്കറി വാങ്ങണം എന്നുള്ളതായിരുന്നു. അമ്മ അവിടെ പച്ചക്കറിയുടെ പേരൊക്കെ പറയുമ്പോൾ ഞാനും ചിന്നും കയ്യിലെ മോതിരം നോക്കുമായിരുന്നു. അങ്ങനെ അമ്മ പിന്നെ ഇടയ്ക്ക് എന്നോട് ചോദിക്കും, ഇത് വേണോ, ഇത് ഇത്ര വേണോ, അത് ഇത്ര വേണോ. അങ്ങനെ അത്ര എന്തിനാ അമ്മ, കുറച്ചൊക്കെ മതി എന്ന് പറഞ്ഞ് ഞാനും മറുപടി കൊടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ അമ്മ കുറേ സാധനങ്ങൾ ഇടയ്ക്ക് മാറ്റി മറിച്ചും പറഞ്ഞ് നമ്മൾ സാധനം വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഓണ സമയത്തൊക്കെ തൃപ്പൂണിത്തുറയിലുള്ള വിറ്റ് പോകുന്ന സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ, ചിലപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങുക. ഈ വാഴയിലയൊക്കെ വാങ്ങാനായിട്ട് വന്നിട്ട് ഞാനതൊക്കെ കണ്ടിങ്ങനെ നോക്കി അങ്ങനെ ആലോചിച്ചായിരുന്നു. പിന്നെ നമ്മൾ പോയത് കശുവണ്ടി, അണ്ടിപ്പരിവ്, മുന്തിരി എന്ന് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാനായിരുന്നു. അങ്ങനെ അമ്മ അതൊക്കെ തൂക്കി വാങ്ങി. പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാച്യു ജംഗ്ഷൻ്റെ അപ്പുറത്തേക്ക് പോയത് എന്തിനായിരുന്നു, പൂ വാങ്ങാൻ പോയതാ. പൂവിൻ്റെ വില അന്വേഷിച്ച് അമ്മ അവസാനം ഒരു സ്ഥലത്ത് പോയി കണ്ടുപിടിച്ചു. ഓരോ പൂവിൻ്റെ വില അമ്മ ചോദിക്കുന്ന നേരം ഞാനും ചിന്നും ആകെ വശം കേട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രാവിലത്തെ മഴക്കാറൊക്കെ വെറുതെ ഇരുന്നു. ഭയങ്കര പൊള്ളുന്ന വെയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചിന്നൊക്കെ ഇങ്ങനെ വാടി തളർന്ന് കുത്തി നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാ സാധനം അവസാനം വാങ്ങി ഓടി ബസ്സിൽ കയറിയിരുന്നു. ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി നേരെ നമ്മുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു അടി നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് നമ്മളതാ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്നും പറഞ്ഞ് നമ്മൾ ആദ്യം ഓണത്തപ്പനെയും കൂട്ടുകാരെയൊക്കെ എടുത്ത് നിരത്തി വെച്ചു. പൂവും തുമ്പയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുമ്പയൊന്നും ഇവിടെ കാണാനേ ഇല്ല. അപ്പോൾ തുമ്പയൊക്കെ നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ പൂവൊക്കെ വാങ്ങി. പൂവൊക്കെ നമ്മളിങ്ങനെ നിരത്തി വെച്ച് നോക്കി എന്തൊക്കെയുണ്ട് എന്നൊക്കെ. കുരുത്തോലയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ കുരുത്തോല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും കാണാൻ കൂടി കിട്ടണമെന്നില്ല. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന സാധനമൊക്കെ ഇപ്പോൾ കാശ് കൊടുക്കി വാങ്ങുകയെന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ചങ്കിനൊരു വേദന പോലെയൊക്കെ തോന്നും. പിന്നെ നമ്മൾ ഡ്രസ്സാണ് നോക്കിയത്. ചിന്നുവിൻ്റെ ഡ്രസ്സാണ്. അതാണ് ആ മുഖത്തെ സന്തോഷം. സാധാരണ അവൾക്ക് ചുരിദാർ പോലത്തെ ഒന്നും എടുക്കാറില്ല. ആദ്യമായിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു കൗതുകം ആ മുഖത്ത് വല്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്നുവിൻ്റെ ചുരിദാർ എടുത്തു. പിന്നെ അമ്മച്ചിക്ക് ചുരിദാർ എടുത്തായിരുന്നു 2 അങ്ങനെ അമ്മയുടെ ചുരിദാറൊക്കെ എടുത്തു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരാൾ അതുവഴി തുണി വിരിച്ച് നടക്കണ്ടായിരുന്നു. അമ്മയ്ക്ക് പുച്ഛമായിരുന്നു നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ട്. പിന്നെ അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചാടി ആൾ വന്നു ആളുടെ നൈറ്റി കാണാനായിട്ട്. അങ്ങനെ ആളുടെ നൈറ്റി ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തത് എൻ്റെ ആയിരുന്നു. എൻ്റെ സ്വന്തം ചുരിദാർ. ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിയൊരു സാധനം. എനിക്കത് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ചുരിദാർ ഞാൻ കയ്യിൽ പിടിച്ച് കുറേ നേരം സംതൃപ്തി അടഞ്ഞു. പിന്നെയാണ് ലിസ്റ്റ് വീണ്ടും എഴുതാനുണ്ടായിരുന്നു പലചരക്കിൻ്റെ. അത് ഞാൻ എഴുതുന്നത് പണ്ടൊക്കെ ഇങ്ങനെ എഴുതുന്ന ഒരു പരിപാടി ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ നൊസ്റ്റാൾജി അടിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇതാ ഇവിടെ തീർന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.